Discuss the theory of moving coil ballistic galvanometer. In the last session, we derived an expression for the torque acting on a rectangular current carrying loop which is placed in a permanent magnetic field. Torque tau is given by n BIA cos theta, where n is the number of turns of current loop in the rectangular loop, B is the permanent magnetic field, I is the current through the loop, A is the area of the loop, its length into breadth, cos theta, where theta is the angle between plane of the loop and vector B magnetic field. And let initially theta is equal to 0. So theta is equal to 0 means plane and V applied magnetic field are parallel. ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന് പാരലായിട്ട് പ്ലെയിൻ ഇനീഷ്യലി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമുക്ക് മാക്സിമം ടോർക്ക് ഉണ്ടാവുന്നത്. സോ ടോ ഈസ് ഈക്വൽ ടു എൻ ബി ഐ എ കോസ് തീറ്റ ഈസ് 1. സോ ദിസ് ഈസ് ഇക്വേഷൻ എ. നൗ ഈ കറണ്ട് പോയി കഴിയുമ്പോൾ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ആ കോയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് കിട്ടുന്നത് ഒരു ഇമ്പൾസ് ആണ് കിട്ടുന്നത്. വി നോ ഇമ്പൾസ്. ലീനിയർ കേസിലാണെങ്കിൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈമിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് വരുന്നത് എന്താണ്? ആംഗുലാർ ഇമ്പൾസ് ആണ് വരുന്നത്. സോ ആംഗുലാർ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ സ്ഥലത്ത് വരുന്നത്, ഫോഴ്സിന് ഈക്വാലൻ്റ് ആയിട്ട് ആംഗുലാർ മോഷനിൽ വരുന്നത് ടോർക്കാണ്. ടോർക്ക് ഇൻറ്റു ടൈമാണ് അവിടുത്തെ ഇമ്പൾസ് വരുന്നത്. അപ്പോൾ ഒരു ഡി ടി സെക്കൻഡ് ടൈമിലാണ് നമ്മൾ കറണ്ട് ഈ കോയിലിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ടോ ഡി ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഐ ബി എ ഡി ടി. നൗ ഇനി ഈ കറണ്ട് ഒരു ടി സെക്കൻഡ്സ് ഈ ലൂപ്പിൽ കൂടെ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡി ടി ഒരു ഇൻഫിനിറ്റസിമൽ ടൈമിൽ പോകുന്ന ഇമ്പൾസാണ്, അതിന് കിട്ടുന്ന ഇമ്പൾസാണ് ഡി ടോ. ഒരു ടി സെക്കൻഡ്സ് 5 സെക്കൻഡിൽ പോവുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ടോട്ടൽ ഇമ്പൾസ് യു വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ. സോ ഇൻ്റഗ്രൽ ഫ്രം 0 to t ടോ ഡി ടി. ദിസ് ഈസ് ഈക്വൽ ടു ടോ ഈസ് എൻ where n I a are constants, then integral 0 to t I dt. So this is equal to NPA integral 0 to t I can be written as dq by dt into dt. Current is rate of change of charge. So this is equal to NPA integral 0 to t dq. dt cancels dq. അപ്പോൾ 0 to ഇവിടെ ഇൻ്റഗ്രേഷൻ വേരിയബിൾ dq ആയി. സോ 0 to t സെക്കൻഡിൽ മാക്സിമം എത്ര ചാർജ് കയറുന്നോ അത്രയും ചാർജ് വരെയാണ് വിചാരിക്കുക ഡി ക്യു. അപ്പോൾ അപ്പർ ലിമിറ്റ് ക്യൂ ആണ്. സോ ഇൻ്റഗ്രൽ ഡി ക്യു ഈസ് ക്യൂ. സോ ദിസ് ഈസ് എൻ ബി എ ക്യൂ. ഇതാണ് അതിന് കിട്ടുന്ന ടോട്ടൽ ഇമ്പൾസ്. അതായത് ഒരു ടി സെക്കൻഡ് 5 സെക്കൻഡ് ടൈമിൽ അതിൽ കൂടെ കറണ്ട് പോവുകയാണെങ്കിൽ ആ കോയിലിൽ കിട്ടുന്ന ടോട്ടൽ ഇമ്പൾസ് എക്സ്പ്രഷനാണ് എൻ ബി എ ക്യൂ. നൗ we know force is equal to, linear കേസിലാണെങ്കിൽ force is equal to dp by dt. So similarly I can write the linear കേസിലാണ്. ആംഗുലർ കേസിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗുലർ കേസിൽ ഫോഴ്സിന് പകരം നമുക്ക് വരുന്നത് ടോർക്കാണ്. ടോ is equal to d by dt of ലീനിയർ മൊമെൻറ്റത്തിന് പകരം ആംഗുലർ മൊമെൻറ്റം വരും. ആംഗുലർ മൊമെൻറ്റം എന്താണ്? I omega. ആംഗുലർ മൊമെൻറ്റം is I omega. Or I can write d, so tau dt is equal to d I omega. Angular impulse is equal to change in angular momentum. Angular impulse equal to change in angular momentum. So what is angular impulse? Angular impulse is NBAQ. That is equal to change in angular momentum. What is the change in angular momentum? Initially a plane മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ 0 ആണ്. അപ്പോൾ റൊട്ടേഷൻ ചെയ്യാത്ത കറണ്ട് പോകുന്നതിനേക്കാൾ മുമ്പ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ 0 ആയിരുന്നു അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത് 0യിൽ നിന്ന് മാക്സിമം ആംഗുലർ മൊമെൻറ്റം എത്ര വന്നു? I ഒമേഗയാണ് മാക്സിമം ആംഗുലർ മൊമെൻറ്റെങ്കിൽ 0യിൽ നിന്ന് I ഒമേഗയ്ക്കാണ് അത് ചേഞ്ച് ചെയ്തത്. സോ വാട്ട് ഈസ് ചേഞ്ച് ഈസ് ഫ്രം 0 to I omega, that is I omega. So change in angular momentum is I omega.
അതായത് ടി സെക്കൻഡ് ടൈമിൽ ഈ കറണ്ട് പോയാൽ അതിന് കിട്ടുന്ന അതിൽ വരുന്ന ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം സീറോയിൽ നിന്ന് മാക്സിമം ആംഗുലർ മൊമെൻറ്റമായ ഐ ഒമേഗയ്ക്ക് ചേഞ്ച് ചെയ്തു. സോ ദിസ് ഈസ് ഇക്വേഷൻ 1. അപ്പോൾ അതാണ് നമ്മുടെ ഡെറിവേഷൻ്റെ ഫസ്റ്റ് പാർട്ട്. ദെൻ സെക്കൻഡ് പാർട്ട് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി റൊട്ടേറ്റിംഗ് കോയിൽ. കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഈ കറണ്ട് പോയി കഴിയുമ്പോൾ ഈ കോയിലൊന്ന് ഒരു ആംഗുലർ ടോർക്ക് കിട്ടുകയാണ്, ഒരു ഇമ്പൾസ് കിട്ടുകയാണ്. അപ്പോൾ അതൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൽ ഈ കൈനറ്റിക് എനർജി ഒരു ഫൈബറിലാണ് അതിനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അവിടെ ആ ഒരു വയറിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ആ വയറിനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു റിസ്റ്റോറിങ് കപ്പിൾ ആക്ട് ചെയ്യുകയാണ്. നമ്മൾ ടോർഷൻ പെൻഡുലത്തിൽ ഡിറൈവ് ചെയ്ത പോലെ ടോർഷൻ പെൻഡുലത്തിൻ്റെ തിയറിയും കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ആ വയറിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ആ വയറിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് കൈനറ്റിക് എനർജി മസ്റ്റ് ബി ഈക്വൽ ടു ദി റിസ്റ്റോറിങ് എനർജി. നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ അതിലുണ്ടാവും. അത് നമ്മൾ കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലേക്ക് വരും. അതിൻ്റെ റിസ്റ്റോറിങ് എനർജി ആയിട്ട് അതിൽ വരും, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് കപ്പിളായിട്ട് വരും. ദ വർക്ക് ഡൺ ഇൻ ട്വിസ്റ്റിംഗ് ദ വയർ ത്രൂ ആൻ ആംഗിൾ തീറ്റ ഈസ് ഗിവൺ ബൈ ഹാഫ് സി തീറ്റ സ്ക്വയർ. അപ്പോൾ ടോർഷൻ പെൻഡുലത്തിൻ്റെ തിയറിയും കൂടെ വരാണ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് കൈനറ്റിക് എനർജി ആൻഡ് ദിസ് ഈസ് വർക്ക് ഡൺ. ഒരു സി കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് ഉള്ള ഒരു വയറിനെ തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കാണ് ഹാഫ് സി തീറ്റ സ്ക്വയർ. അപ്പോൾ അത് നമ്മൾ കൊടുത്തിരിക്കുന്ന കൈനറ്റിക് എനർജി ഇതിനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള വർക്ക് ഡൺ ആയിട്ട്, അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസ്റ്റോറിങ് എനർജി ആയിട്ട് മാറുകയാണ്. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി തീറ്റ സ്ക്വയർ. ദിസ് ഈസ് ഇക്വേഷൻ 2. Equation 1 and equation 2. Now square equation 1 square gives, the left hand side ഞാൻ ആദ്യം എഴുതുന്നു, I square omega square equal to n square b square a square q square. That will be equation 3. Now equation 3 divided by equation 2 gives I square omega square divided by I omega square. So we'll get I is equal to n square b square a square q square divided by c theta square. Or I can write q square is equal to, എനിക്ക് q എന്നുള്ള എക്സ്പ്രഷൻ ആണ് വേണ്ടത്. q square is equal to I c theta square divided by n square b square a square. Equation 4. അപ്പോൾ നമുക്ക് വേണ്ടത് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിനുള്ളൊരു ഇക്വേഷനാണ് വേണ്ടത്. അതായത് നമുക്ക് അതിൻ്റെ ഡിഫ്ലക്ഷൻ കിട്ടുകയാണെങ്കിൽ, തീറ്റ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ചാർജ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ക്യൂവിനുള്ളൊരു എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ ഇക്വേഷനിൽ കുറേ അൺനോൺസ് ഉണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കാര്യം കൂടെ ചെയ്യുകയാണ്. ആദ്യത്തെ അൺനോൺ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യനെ എലിമിനേറ്റ് ചെയ്യാനാണ് തേർഡ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. To eliminate moment of inertia I. അതിന് നമ്മൾ വീണ്ടും ടോർഷൻ പെൻഡുലത്തിൻ്റെ തിയറി കൊണ്ടുവരികയാണ്. ടോർഷൻ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ നമുക്കറിയാം. ദിസ് ഈസ് 2π√I/c. So squaring this equation we get t square is equal to 4π² I/c. Or I can write I is equal to t square c by 4π². ഇനി ഇത് ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 4 ഇംപ്ലൈ q സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐക്ക് പകരം, ഇക്വേഷൻ 4ൽ ഐക്ക് പകരം ഞാൻ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി സ്ക്വയർ സി ഇൻറ്റു സി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π². പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ n സ്ക്വയർ ബി സ്ക്വയർ എ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു t square c square theta square divided by 4π² n square b square a square. Or I can write q is equal to t divided by 2π c divided by nba. എല്ലാം സ്ക്വയർഡ് ക്വാണ്ടിറ്റീസ് ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ദെൻ t/2π, പിന്നെ ബാക്കി വരുന്നത് c nba ആൻഡ് തീറ്റ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് തീറ്റ.
So we can see Q is equal to some constant K into theta, or Q is proportional to theta, where this constant K is equal to T by 2 pi C divided by NBA. അപ്പോൾ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ തിയറി പറയുന്നത് Q ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ആൻഡ് വാട്ട് ഈസ് തീറ്റ? തീറ്റ ആ കോയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ആംഗിളാണ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് എത്ര ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ. ആ തീറ്റ നമുക്ക് മെഷർ ചെയ്യാം. ആ കോയിലിൽ ഒരു നീഡിലോ അല്ലെങ്കിൽ മിററോ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീറ്റ എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ തീറ്റ കിട്ടുകയാണെങ്കിൽ അതിന് പ്രൊപ്പോർഷണലാണ് ചാർജ്, അല്ലെങ്കിൽ ആ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ കൂടെ ഫ്ലോ ചെയ്ത ചാർജ് എത്രയാണെന്ന് അറിയണമെങ്കിൽ തീറ്റ നോക്കിയാൽ മതി. പിന്നെ എന്ത് അറിയണം? K അറിയണം. K is given by this factor, and K is called ballistic reduction factor, or it is also called ballistic constant of galvanometer. It is also called charge sensitiveness. ഈ മൂന്ന് പേരിലും നമ്മളത് വിളിക്കാം. ബാലിസ്റ്റിക് റിഡക്ഷൻ ഫാക്ടർ, ബാലിസ്റ്റിക് കോൺസ്റ്റൻറ്റ്, ചാർജ് സെൻസിറ്റീവ്നെസ്. അപ്പോൾ ഇതാണ് ഒരു ബി ജിക്ക് ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കെ കിട്ടിക്കഴിഞ്ഞാൽ കെ എത്രയാണെന്ന് നമുക്ക് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെങ്കിൽ നമുക്ക് തീറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടെ ഫ്ലോ ചെയ്ത ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ തിയറി എന്ന് പറയുന്നത്. Q is proportional to theta. And what is K actually? K is equal to, equation we can write K is equal to Q by theta, charge per angle. Or we can define in this way, it is the charge required to produce unit deflection. When theta is equal to 1, K is equal to Q. So K is the charge required to produce unit deflection in the galvanometer. Charge required to produce unit deflection. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ് ബി ജിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ബി ജിനെ ആ കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് തീറ്റ നോക്കിയിട്ട് ക്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കെ കണ്ടുപിടിക്കുന്ന ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകളാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സെമസ്റ്ററിൽ നിങ്ങൾ ചെയ്ത HMS ഉപയോഗിച്ചുകൊണ്ട് പല മെത്തേഡിൽ കൂടെ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാം. ഹിബർട്ട്സ് മാഗ്നറ്റിക് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഈ ബാലിസ്റ്റിക് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി ഇതേ തിയറി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ സെമസ്റ്ററിലും കുറേ എക്സ്പെരിമെൻറ്റ്സ് ബി ജിയുടെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറി എന്ന് പറഞ്ഞാൽ Q ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ.